വീട് പോലെ അവർക്ക് പ്ലാൻ സ്കെച്ച് അവർക്ക് അറിയാൻ പാടില്ല, അവർക്ക് സ്ഥലം അറിയാൻ പാടില്ല. പിന്നെ എന്തിനാണ് ഈ പോലീസ് ഇവർ കൂട്ടിക്കണേ? ഈ കള്ളത്തരത്തിൽ കൂട്ടിക്കണല്ലേ? ഞങ്ങളിപ്പോൾ അത് പുറമൊക്കെ മുമ്പിലായിരുന്നത്. ഞങ്ങൾ ആരും തല കഴിഞ്ഞിട്ടില്ല. സർക്കാർ 19 കണക്കിന് ഓർഡിനേറ്റ് നടപ്പാക്കേണ്ടതാണ് ഞങ്ങൾ കൂടുതൽ നോക്കുന്ന സാധനം. ഇത് ഞങ്ങൾ ജയിച്ച് വീഴാൻ പറ്റുന്ന 10 ദിവസം സ്ഥാപിക്കുന്ന സ്ഥലം അവിടെ. ഓക്കെ 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 അത് പോലീസ് അറിഞ്ഞിട്ടില്ല. പോലീസ് ഓക്കെ ഞാൻ അവിടെ പറയാം. ഇതാ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നുണ്ട് ലാൽ. ഈ നടപടി നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി. നടപടികൾ നിർത്തിവെക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വലിയ പ്രതിഷേധം തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ലാൽ, പക്ഷെ എന്നിട്ട് ഇപ്പൊ ചെയ്യുന്ന ഇപ്പോൾ പോലീസുകാർ പിടിച്ച് വലിച്ചോണ്ടിരിക്കാന് പിടിച്ച് വലിച്ചാൽ പോലാണ് പിടിച്ച് തല്ലാറുണ്ട്. എന്നിട്ട് അവർ ഒട്ടിക്കാൻ വന്ന വീട് പോലും അവർക്ക് അറിയാൻ പാടില്ല. ഈ വക കള്ളത്തരത്തിലാണ് ഈ പോലീസ് കൂട്ടിക്കണേ. അല്ലേ, ഞങ്ങൾ ഈ സർക്കാർ പുറമ്പോക്കിൽ കിടക്കണേ. എന്നിട്ട് ഞങ്ങളെ പിടിച്ച് പുറത്താക്കാൻ നോക്കണേ. ഈ കള്ളത്തരത്തിന് പോലെ വിദ്യ അവർക്ക് പട്ടയം പോലും ഇല്ലാന്ന്. ഇപ്പൊ താലൂക്കിൽ കാട്ടുകാർ സമ്മതിച്ച ആൾക്കാരെ വരും. പട്ടയം പോലും അവർക്കില്ലാന്ന്. പിന്നെ എങ്ങനെയാണ് അവർക്ക് സ്ഥലം അവരുടെ സ്ഥലമാവണേ? കരടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഇത് ഞങ്ങൾ പണ്ട് 76 തുടങ്ങിയ കേസാ. 82 വരെ ഞങ്ങൾക്ക് വിധിയായിരുന്നു. ആ കേസ് വന്നതിലേക്ക് അവർ വേറെ കേസ് ഫയലാണത്. കള്ളാധാരം വെച്ചാണ് അവര് 2 പ്രാവശ്യം ഏത് പിന്നെ സ്വാധീനിച്ച് ഒരു 2 പ്രാവശ്യം കരടിച്ചു. ആ 2 പ്രാവശ്യം കരടിച്ചപ്പോൾ ആധാരം ഉണ്ടാക്കിയിട്ടാണ് അവര് ഈ വിധി നേടിയെടുത്തത്. അവർക്ക് ഈ പറയുന്ന ഇപ്പോൾ ലഭിനകൾ പുറമ്പോക്ക് ഭൂമിയാണ്. അവർക്ക് പട്ടയമോ അത് മുന്നേ ആധാരമോ ഒന്നുമില്ല. എന്നിട്ടാണ് ഈ കള്ളാധാരം വെച്ചുണ്ടാക്കിയിട്ട് വിധിയാണ് അവർ. കരടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രി ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലേക്ക് എത്തിയിട്ടില്ല. കാരണം പോലീസ് ഇപ്പോഴും ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രമത്തിലാണ്. പലർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോധികരായിട്ടുള്ള ആളുകൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് കണ്ടപ്പോൾ ഒരു പ്രായമായ ഒരു ചേട്ടനെ ഇവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരുന്നു. ആ സമയത്ത് പോലീസ് ബലം പ്രയോഗിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഭയങ്കര അസ്വാസ്ഥ്യമുണ്ടായി. അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ചെയ്തു. മാത്രമല്ല സ്ത്രീകളായിട്ടുള്ള പലരെയും പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അവർക്കും പരിക്കേറ്റു എന്ന് പരാതിയായിട്ട് പറയുന്നുണ്ട്. പുരുഷന്മാരായിട്ടുള്ളവർക്കും ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ നടപടിക്രമങ്ങൾ ഇപ്പോൾ നിലവിൽ നിർത്തിവെക്കാനുള്ള സർക്കാർ ഉത്തരവ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്ന വിവരം എന്തായാലും പ്രതിഷേധം നടത്തുന്ന ആളുകളെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്ക് അത്തരം വിവരങ്ങൾ എത്തുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും പ്രതീക്ഷയുണ്ട്. പക്ഷേ ഈ നടപടി നിർത്തിവെക്കുന്നത് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് ഇത് കോടതി ഉത്തരവാണ്. മറ്റൊന്ന് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമാണ് പോലീസ് നടപടി നിർത്തിവെക്കുന്നതിലൂടെ ഉണ്ടാകുന്നുള്ളൂ. ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് കരമടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയാണ്. വർഷങ്ങളായി ഇവർ ജീവിക്കുന്ന ഭൂമിയാണ്. മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടെ ജീവിച്ച് മരിച്ച ആളുകളാണ്. ഒരു സുപ്രഭാതത്തിൽ ഇത് അവരുടെ ഭൂമിയല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഈ ഉത്തരവ് കിട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. അത് നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് സംഘം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് നിലവിൽ സർക്കാർ തീരുമാനം അറിയിച്ചതനുസരിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഉദ്യോഗസ്ഥ തലങ്ങളിലേക്കും എത്തിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ അതനുസരിച്ച് പിരിഞ്ഞു പോകുന്നതിന് വേണ്ടിയും പിരിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല നടപടിക്രമങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. താൽക്കാലികമായൊരു വിരാമം മാത്രമേ ഈ പ്രശ്നത്തിനുള്ളൂ. പോലീസിൻ്റെ നടപടി അവസാനിച്ചതോടുകൂടി ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പ്രതിഷേധം ആയി നിന്ന ആളുകളുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് ഉറപ്പായും തേടേണ്ടതുണ്ട്. എന്താണെങ്കിലും ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളോട് സർക്കാർ പുറമ്പോക്ക് ഭൂമി നടക്കണം. അങ്ങനെ ഒരാളുടെ കഴിയത്തില്ല, ഒരാളും കയ്യേറിയിട്ടില്ല. ഇല്ല, എസ് പി വിളിച്ചു പറഞ്ഞു. എസ് പി നിർദ്ദേശം നൽകി. എസ് പിയുടെ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എസ് പിയുടെ നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഇവിടെ നിന്ന് പിന്നോട്ട് പോവുകയാണ്. നടപടികൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇതുകൊണ്ട് പ്രശ്നം അവസാനിക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.